Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തുടനെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ BCom 6th സെമസ്റ്റർ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് 8 ചോദ്യങ്ങൾ വരുന്നു. 8 ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസും 5 തിയറി ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ്. സോ അതിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. അത് ചിലപ്പോൾ പോർട്ട്ഫോളിയോയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളതായിരിക്കാം. പോർട്ട്ഫോളിയോ ആയിരിക്കാം, അതല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ റിസ്ക് കണ്ടുപിടിക്കാൻ, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും നമുക്ക് കാണേണ്ടതായിട്ട് വരിക. അതും ചില സമയത്ത് വരാറുള്ളതാണ്. അതും പഠിച്ചിരിക്കണം. പ്രോബ്ലം, റിസ്കിൻ്റെ കാൽക്കുലേഷൻ്റെ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് YTM, ഈൽഡ് ടു മെച്യൂരിറ്റിയുടെ കാൽക്കുലേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മാറി മാറി കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ കവർ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. തിയറിയിൽ വാട്ട് ഈസ് റിസ്ക്, റിസ്ക് എന്താണ്? ദെൻ എലമെൻറ്റ്സ് ഓഫ് റിസ്ക് നിർബന്ധമായും പഠിക്കുക. ദെൻ ബോണ്ടിലുള്ള റിസ്കിനെ പറ്റിയിട്ടുള്ള ചോദ്യം, റിസ്ക്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ബോണ്ട്, ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ബേസിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, പലപ്പോഴും വരാറുള്ളതാണ്, ഈസിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കുക. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്സ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ് നിർബന്ധമായും പഠിക്കണം. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സെബി, റോൾ ഓഫ് സെബി ആസ് ആൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ റോൾ ഓഫ് സെബി ഇൻ regulating the Indian capital market.
മാർക്കറ്റ് നിർബന്ധമായും പഠിക്കണം കേട്ടോ. സെബിയുടെ ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ചോദ്യം. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫേസസ് ഇൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വരാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫേസസ്. ഓക്കെ, ഫേസസ്. ഇനി ഡോവ് തിയറി പലപ്പോഴും കാണാറുള്ളൊരു ചോദ്യമാണ്. ഡോവ് തിയറി അതുപോലെ തന്നെ എലിവേറ്റ് വേവ് തിയറി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ആ ഒരു സെയിം ചാപ്റ്ററിൽ തന്നെ, കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ്. ഇതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ EIC അനാലിസിസ്, ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അനാലിസിസ്, ഇതും റിപ്പീറ്റാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ അനാലിസിസ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. ഇനി റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്. എന്താണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്താണ്? ദെൻ മറ്റൊരു സജഷൻ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ നമുക്ക് 8 ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രോബ്ലം ഞാൻ പറഞ്ഞു ഒരു 3 ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്, 3 ചോദ്യങ്ങൾ, ബാക്കിയുള്ളത് തിയറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടുവരാറ്. ഒരു ആദ്യം പ്രതീക്ഷിക്കുന്ന 3 അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലംസ്, എക്സ്പെക്ട് റിട്ടേൺ കണ്ടുപിടിക്കാൻ, പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ ഒരു പ്രോബ്ലം, പോർട്ട്ഫോളിയോ റിസ്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം, YTMൻ്റെ ഒരു പ്രോബ്ലം. ദെൻ റിസ്ക് എന്താണ്, എലമെൻറ്റ്സ് ഓഫ് റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ബോണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ സ്റ്റെപ്സ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോസസ്, റോൾ ഓഫ് സെബി ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതും, റെഗുലേറ്റിംഗ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഫേസസ്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കുക, ഡോവ് തിയറി, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, EIC അനാലിസിസ്, പോർട്ട്ഫോളിയോ അനാലിസിസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്, പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെയാണ് കണ്ടുവരുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.